പൊന്നാനി മണ്ഡലത്തിലേക്കാണ് സമീർ ബിൻ കരീം ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിലെ മത്സരചിത്രവുമായി ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ ബിൻ കരീം? ഉന്മേഷ്, പൊന്നാനി മണ്ഡലത്തിൽ അവസാന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികൾ തന്നെ വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും ഒക്കെ റോഡ് ഷോകളുമായി മണ്ഡലത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ NDA സ്ഥാനാർത്ഥികളുടെ വികസന രേഖാ പ്രദർശനം ഇപ്പോൾ തിരൂരിൽ നടക്കുകയാണ്. മെട്രോമാൻ ശ്രീധരനാണ് അതിൽ പ്രകാശനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് പൊന്നാനി മണ്ഡലത്തിൽ BJP സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്തവണ എന്താണ് പ്രതീക്ഷ? ഇവിടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള പെർസെൻറ്റേജ് നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ പ്രചരണം പോകുന്നത്. പ്രധാനമായും പൗരത്വ ഭേദഗതി വിഷയം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ തന്നെ വലിയ രീതിയിൽ മണ്ഡലത്തിൽ ചർച്ചാ വിഷയം, പ്രചാരണ ആയുധമൊക്കെയാണ് മറ്റു പാർട്ടികൾക്ക്. അങ്ങനെയെങ്കിൽ കൂടുതൽ മുസ്ലിം വോട്ടുകളുള്ള ഈ മണ്ഡലത്തിൽ എത്രത്തോളം വോട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് വോട്ടർമാരെ ഈ പ്രചാരണമൊക്കെ തന്നെ സ്വാധീനിക്കുമോ? നോക്കൂ, പൗരത്വ ഭേദഗതി നിയമത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് യാതൊരുവിധ കാരണവശാലും ഭാരതീയരായിട്ടുള്ള ഒരാളെയും ബാധിക്കുന്ന നിയമമല്ലെന്നും ഇത് ഇവരെ ഒരു വേർതിരിവിലും ഇതുവരെയും ഒരു വിവേചനവുമില്ലാതെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആ പ്രവർത്തന മികവിനെ തരം താഴ്ത്തി കാണിക്കാൻ മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഫേക്കായിട്ടുള്ള നരേറ്റീവുമായിട്ട് ഇവർ വരുന്നതാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഏതായാലും NDA സ്ഥാനാർത്ഥി പറയുന്നത് നിലവിൽ നടക്കുന്ന പ്രചാരണം, പ്രത്യേകിച്ച് NDA പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാര്യമായി അത് സ്വാധീനിക്കില്ല. ഇത് ജനങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കും. അത് NDAയുടെ വോട്ടിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ LDF UDF പ്രധാനമായും തന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ വരുന്നത്. ഉന്മേഷ്, ശരി. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകി.